മഹാഗുരുശരണം ഇന്ന് 2025 ജൂൺ മാസം 12-ാം തീയതി വ്യാഴാഴ്ച. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഉപാസനകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്സിനായി സങ്കല്പം ചെയ്യുന്നു. സമ്പൂർണ്ണ ആരോഗ്യത്തിനായി സങ്കല്പം ചെയ്യുന്നു. ധനധാന്യ സമൃദ്ധിക്കായി സങ്കല്പം ചെയ്യുന്നു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി അവർക്ക് നല്ല വരുമാനമുള്ള സർവീസോ പ്രൊഫഷനോ ജോലിയോ ജീവിത സാഹചര്യമോ ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാ കുടുംബങ്ങളിലും വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന അതിനായി പ്രായപൂർത്തിയായ യുവതി യുവാക്കൾക്ക് അതാത് കുലത്തിൻ്റെ സംസ്കാരമനുസരിച്ചുള്ള അവർക്ക് യോജിച്ച ദീർഘകാല ദാമ്പത്യ ബന്ധത്തിന് അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിച്ച് അവർക്ക് ഉത്തമമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും സന്തോഷം, സമാധാനം, സമൃദ്ധി, ഐക്യമത്യം എന്നിവ ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരും ഓരോരുത്തരും ചെയ്യുന്ന ജോലിയാകട്ടെ, വ്യാപാരമാകട്ടെ, ബിസിനസ്സാകട്ടെ, മറ്റ് വരുമാന മാർഗങ്ങളാകട്ടെ, അതിൽ ഉത്തരോത്തരം വരുമാനം ലഭിക്കുവാനും അവരുടെ കുടുംബ ജീവിതം, വ്യക്തി ജീവിതം എല്ലാം നല്ല രീതിയിൽ പോകുവാനുള്ള വരുമാനം ലഭിക്കുവാനും സങ്കല്പം ചെയ്യുന്നു. ഓരോരുത്തരും അവർ വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, വ്യാപാര സ്ഥലത്താകട്ടെ, യാത്രകളിലാകട്ടെ, കൂട്ടുകാരോടൊപ്പമാകട്ടെ, വീട്ടുകാരോടൊപ്പമാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളാകട്ടെ, അതുപോലെ പഠനാവശ്യത്തിന് താമസിക്കുന്ന സ്ഥലങ്ങളാകട്ടെ, അതുപോലെ ഓരോരുത്തരും ദൈനംദിനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവരുടെ ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും പൂർണ്ണമായ സുരക്ഷിതത്വം ലഭിക്കുവാൻ ഓരോരുത്തരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃപരമ്പരകളെ മനസ്സാ സ്മരിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവരും മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരുവാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുവാനും അങ്ങനെ എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനധാന്യ സമൃദ്ധി കൊണ്ടും സാമ്പത്തികം കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും, അത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ പ്രതിഫലം നൂറുമേനി അനുഗ്രഹത്തോടെ ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്ന്, അല്ലെ പ്രപഞ്ചശക്തിയിൽ നിന്ന്, അല്ലെ പരാശക്തിയിൽ നിന്ന് ധനധാന്യ സമൃദ്ധിയായും ആയുരാരോഗ്യ സൗഖ്യമായും സൽസന്താന സൗഭാഗ്യമായും നല്ല ജീവിതമായും ലഭിക്കണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും 33 കോടി ദേവതകളോടും ത്രിമൂർത്തികളോടും പ്രവാചകന്മാരോടും ഗുരുപരമ്പരകളോടും ത്രിമൂർത്തി ചൈതന്യങ്ങളോടും പരമാത്മ പര്യാശക്തി സ്വരൂപങ്ങളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.